അപ്പോൾ നമസ്കാരം, ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് വീഡിയോ തരണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ കിഡ് ലൈൻസ് ഇവിടെ ഒരു പണിയും ഇല്ലാണ്ടിരിക്കുന്ന കണ്ടപ്പോൾ എടുത്തൊന്ന് വ്ളോഗ് സ്റ്റൈലിൽ ടെക്നോളജി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. കാരണം എന്നും ഒരിടത്ത് ഇരുന്നു കൊണ്ട് വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ മാത്രം നിങ്ങൾക്ക് കൊള്ളില്ലാന്ന് തോന്നുന്നെങ്കിൽ ഈ ഒരു വീഡിയോയിൽ മാത്രം നിങ്ങളത് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് തോന്നാം ഇന്നത്തെ ടോപ്പിക് എന്താണെന്നുള്ളത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം OLX. നമുക്ക് എന്തൊരു സാധനം വിൽക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും ആശ്രയിക്കുന്നത് OLXനെ ആയിരിക്കും. OLXിൽ നിന്നായിരിക്കും നമ്മൾ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വാങ്ങുന്നതും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കിട്ടാത്തത് ആവശ്യമുണ്ടെങ്കിൽ OLXിലായിരിക്കും നമ്മൾ തിരയാറ്. പക്ഷേ OLXിൽ സാധനങ്ങൾ വിൽക്കാനായിട്ട് ഇടുന്നവരൊരു ശ്രദ്ധയ്ക്ക്, നിങ്ങൾക്ക് ഒരു 8ൻ്റെ പണി അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വരെ ഹാക്ക് ചെയ്യപ്പെടാവുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ മോണിറ്ററിലേക്ക് നോക്കുന്നുണ്ട്. അതാണ് ഒരു ചെറിയൊരു പ്രശ്നം. അപ്പോൾ എന്താണ് പ്രശ്നമെന്നല്ലേ നിങ്ങൾ നോക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വരെ ഹാക്ക് ചെയ്യപ്പെടാം. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് അതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് അതിനകത്ത് ഇട്ടു എന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ മീ ബാൻഡ് അതിനകത്ത് വിൽക്കാനായിട്ട് ഒരു 2000 രൂപയ്ക്ക് വിൽക്കാനായിട്ട് ഇട്ട് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പോസ്റ്റ് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓരോ മെസ്സേജുകൾ വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ സമയത്ത് ഓരോ ആൾക്കാർ ഇതിൻ്റെ പ്രൈസ് കുറയ്ക്കാമോ, നെഗോഷ്യബിൾ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. അപ്പോൾ ഈ മെസ്സേജുകൾ വരുന്ന സമയത്ത് നിങ്ങൾ ഇടയ്ക്കൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ നിന്നും ന്യൂയോർക്കിലാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജുകൾ വരാറുണ്ട്. അത് മെയിലായിട്ട് വരാറുണ്ട്, ചാറ്റായിട്ട് വരാറുണ്ട്. പല കൂട്ടുകാരും എനിക്കറിയാവുന്ന പല കൂട്ടുകാരും അവർക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ചോദിക്കുന്നത് എത്രയാണ്, നിങ്ങൾ എത്ര രൂപയ്ക്കാണോ, ഞാനിപ്പോൾ മീ ബാൻഡ് 2000 രൂപയ്ക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ 4000 രൂപ ഞാൻ തരാം, എനിക്ക് മീ ബാൻഡ് യൂറോപ്പിൽ അല്ലെങ്കിൽ US അയച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അവർ നിങ്ങൾക്ക് മെയിൽ അയക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കുറച്ചെങ്കിലും ഒരു ബുദ്ധിമാന് മനസ്സിലാവും എന്തിനാണ് അവർ ഇത്രയും പൈസ കൊടുത്ത് അത് വാങ്ങുന്നത്. അവർക്ക് 2000 രൂപയ്ക്ക് ഒരു ഫ്രഷ് വാങ്ങിച്ചൂടെ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നിങ്ങൾക്ക് പറ്റുന്ന പ്രശ്നം വരുന്നത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ കുറച്ച് കൂടുതൽ പൈസ കിട്ടട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കും, ഷിപ്പിംഗ് അഡ്രസ്സും എല്ലാം വാങ്ങിച്ചിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കും, ഞാൻ അയച്ചു തരാമെന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു ഹാക്കിംഗ് ടീമാണിത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള ട്രാൻസാക്ഷൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ട്രാൻസാക്ഷൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ഹാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ബാലൻസ് എല്ലാം അവരടിച്ചുകൊണ്ട് പോകും. അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പേഴ്സും നിങ്ങളുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും അവർ ഗ്യാദർ ചെയ്യും. ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. പക്ഷേ OLX ഇപ്പോൾ കണ്ടുപിടിച്ച് ബ്ലോക്ക് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ എന്നാലും ബ്ലോക്ക് ചെയ്ത് തുടങ്ങിയെങ്കിലും പല മെസ്സേജുകളായിട്ട് അത് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് OLXിൽ വിൽക്കാൻ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ വല്ല മെസ്സേജ് വന്നു കഴിഞ്ഞാൽ റിപ്ലൈ കൊടുക്കരുത്, ദയവിത് റിപ്ലൈ കൊടുക്കരുത്. ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു മെസ്സേജ് OLXിൽ നിന്ന് തന്നെ വരും, ഒരു യൂസറിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം സ്പാം ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യൂസറിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് സ്പാം മെസ്സേജുകൾ വരും. സ്പാം മെസ്സേജുകൾ വന്ന എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ നമ്പറൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ അതിനകത്ത് കാണുമല്ലോ, OLXിൽ നിന്ന് വാങ്ങാനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് മെസ്സേജ് അയച്ച് ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്ന ടീംസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, OLXിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിൽക്കാനിട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനത്തെയുള്ള മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാണ്ടിരിക്കുക. ഇങ്ങനെ 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കാണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സേഫ് ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് അക്കൗണ്ട്സ് ഹാക്കായി പോയിട്ടുണ്ട്, അതുപോലെ നിങ്ങളുടെ അക്കൗണ്ടും ഹാക്ക് ചെയ്യപ്പെട്ടേക്കുക. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. OLXിൽ ഒരുപാട് മാർക്കറ്റ് ചെയ്യുന്നവരെയൊക്കെ എനിക്കറിയാം, OLXിനെ ഒരു ബിസിനസ്സായിട്ട് എടുത്തവരെ അറിയാം. അപ്പോൾ അവരെല്ലാം ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെയുള്ള മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തങ്ങ് കളയാം. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ ചുമ്മാ ഇരുന്ന സമയത്ത് എനിക്ക് ഐഡിയ തോന്നിയതാണ്, ഇതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്ത് നിന്ന് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഈ ഒരു വീഡിയോ ഒരു ഫുൾ ഷെയ്ക്കി മൂഡിലാണ് എടുത്തിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, ഒരു വ്ളോഗ് സ്റ്റൈലിൽ വേണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നല്ല ടെക്നോളജി വീഡിയോസുമായിട്ട് വരുന്നവരേക്കും ബൈ.